മാനസത്തിന് നമസ്കാരം. എപ്പോഴാണ് മനുഷ്യ ജീവിതം സുന്ദരമാവുന്നത്? എപ്പോഴാണ് മനുഷ്യൻ സൗഭാഗ്യവനായിത്തീരുന്നത്? നീതി നിറഞ്ഞ ജീവിതം നന്മയിലൂടെ വിശുദ്ധയുടെ സുഗന്ധം പരത്തിയ ഔസേപിതാവിന്റെ ജീവിതത്തിന് ഉത്തരമായി മാറുന്നു. ദൈവഹിതം നിറവേറ്റലാണ് ജീവിതത്തിന്റെ സൗന്ദര്യമെന്നും സ്വാർത്ഥം ത്യജിക്കലാണ് ജീവിതത്തിന്റെ സൗഭാഗ്യമെന്നും തൻ്റെ നീതി നിറഞ്ഞ ജീവിതത്തിലൂടെ വിശുദ്ധ ഔസേപിതാവ് നമുക്ക് കാണിച്ചു തന്നു. സ്നേഹിക്കാനും സ്നേഹമായി മാറാനും ഒരു വ്യക്തി അനുഭവിക്കുന്ന ഓരോ വേദനയും അതിനായുള്ള ഓരോ പരിശ്രമവും ഇത്ര അമൂല്യമെന്ന സത്യത്തെയാണ് ഔസേപിതാവിന്റെ നീതി നിറഞ്ഞ ജീവിതത്തിനു ദൃശ്യമാക്കുന്നത്. ഔസേപിതാവിന്റെ നീതിബോധം യുക്തിക്കും പുറം ദൈവീക ഭാവത്തിലേക്ക് നീങ്ങി. ദൈവം എന്ത് ആഗ്രഹിക്കുന്നു അതിനായി സ്നേഹത്തോടെ ജീവിച്ചു. ദൈവത്തിന്റെ മുമ്പിൽ ബുദ്ധിമാനാവാൻ വേണ്ടി ലോകത്തിന്റെ മുമ്പിൽ വിഡ്ഢിയായി മാറാനും ഔസേപിതാവിന് മടിയുണ്ടായിരുന്നില്ല. പിതാവിന്റെ നീതി മാതാവിനും യേശുവിനും സംരക്ഷണം. ഈ ലോകത്തിലെ നഷ്ടങ്ങളുടെ പരലോകത്ത് നേട്ടങ്ങൾ കഴിയുന്ന നീതിബോധമായിരുന്നു ഔസേപിതാവിന്റെ തനിമ. ഈ നീതിബോധമുള്ള ജീവിതം നമുക്കും മാതൃകയാവട്ടെ. നമ്മിലും നന്മ നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ. നന്ദി, നമസ്കാരം.